ഹലോ, എല്ലാവർക്കും സോനാലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ മൗണ്ട് ഫുജിയുടെ ഒരു സൈഡിൽ നിന്ന് നോക്കുന്നത് കണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്, ഒയിഷി പാർക്ക്. എല്ലാം ഈ കവാഗുച്ചിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇപ്പം അവിടുന്ന് എപ്പോഴും നമ്മളൊരു പാക്കേജ് എടുത്തത് കൊണ്ട് എപ്പോഴും ഷട്ടിൽ ബസ് ഉണ്ട്. അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറി എവിടെ വേണമെങ്കിലും പോവാം. ഇതൊരു ഒയിഷി പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന സമയം അത്ര ഓട്ടമൊന്നും സ്റ്റാർട്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രയും പൂക്കളോ ചെടികളോ ഒന്നും അത്രയും നല്ല ഭംഗിയായിട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല. പക്ഷെ കുറേയൊക്കെ കൊഴിഞ്ഞു പോകുന്നു. പിന്നെ കുറേ ചെടികളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. സാക്ക് എന്തായാലും ഒത്തിരി ഹാപ്പി ആയിരുന്നു. അതിൽ ഒത്തിരി നടക്കാനും ഫ്രീ ആയിട്ട് ഒന്ന് ഓടാനും ഒക്കെ കുറച്ച് സ്ഥലം കിട്ടി. പിന്നെ ഇടയ്ക്ക് കുറച്ച് ചെടിയും പൂക്കളും ഒക്കെ ആയിട്ട് അവിടെ ഒത്തിരി പേര് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വെഡ്ഡിങ്ങിൻ്റെയും വെഡ്ഡിങ് ഗൗണിലൊക്കെ വന്ന് നിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ ചില ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്ന് അവർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വാക്കിങ്ങിന് ചില ഭാഗങ്ങളിൽ മരത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, തടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാക്കിൻ്റെ ട്രോളി കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. എനിക്ക് വീഡിയോയുടെ സൗണ്ട് തന്നെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ട്രോളിയുടെ സൗണ്ട് തന്നെ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഇതിലും മൗണ്ട് ഫുജി കാണാം. ഇപ്പോൾ ഞങ്ങൾ എത്തിയ സമയം ഈവനിങ് ആയി. അതുകൊണ്ട് അതിൻ്റെ ക്ലൗഡ്സൊക്കെ മാറി ക്ലിയർ ആയി. സാക്ക് ഓടിച്ചെന്ന് പിടിക്കുക അവനെ. ഇവിടെ ആരൊക്കെയാ നോക്കിക്ക്. ഞങ്ങൾ പോകെ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. ആക്ച്വലി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ മിസ് ചെയ്തു അവിടെ വെച്ചെടുക്കാൻ. ഇരുട്ടാവാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഞാനും ഈ യൂട്യൂബിന് വേണ്ടി ഷൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചതല്ല. അതുകൊണ്ട് ഒത്തിരി പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഇത് ഞങ്ങളുടെ മെമ്മറീസിൽ ചിലതെല്ലാം ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചേ ഉള്ളൂ. മൗണ്ട് ഫുജി നല്ല വ്യൂ ആയിരുന്നു അവിടെ. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ആ വെള്ളത്തിന് അവിടെ ഒരു ലേക്ക് ഉണ്ടല്ലോ, ആ ലേക്കിൻ്റെ സൈഡിലോട്ട് എത്തും. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങാം. സൂപ്പറായിട്ടില്ലേ കാണാൻ? ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു ആ ദിവസം. ആദ്യത്തെ വീഡിയോയുമായിട്ട് ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു കൂടെ ചേർക്കാൻ. പക്ഷേ അത് ഒത്തിരി ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച ഗ്രേപ്സാണ്. നല്ല പച്ച കളറ് കണ്ടപ്പോൾ നല്ല പുളിയാണെന്ന് വിചാരിച്ച്. പക്ഷെ നല്ല മധുരമായിരുന്നു. ഈ ഒരു ചെറിയ ബോക്സിന് 500 yen ആയിരുന്നു അതിൻ്റെ റേറ്റ്. പക്ഷേ സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി, ട്രെയിനിൽ കയറി തിരിച്ച് റൂമിലെത്തി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒത്തിരി നന്ദി.